അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഈസി റെസിപ്പീസ്. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് സ്ട്രോബെറി ക്രഷ് കേക്കാണ്. സ്ട്രോബെറി ക്രഷ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്ട്രോബെറി ക്രഷ് കേക്കിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1/2 കപ്പ് സ്ട്രോബെറി ക്രഷ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു കൊടുക്കാം. മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇവയൊക്കെ ഒന്നിച്ചിട്ട് നന്നായി അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കേണ്ടതാണ്. എത്രത്തോളം നമ്മൾ അരിച്ചെടുക്കുന്നോ അത്രയും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ 2-3 പ്രാവശ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുക. ഇനി അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു കൊടുക്കാം. പൊട്ടിച്ചൊഴിച്ചിട്ട് അപ്പോൾ തന്നെ വാനില എസൻസ് മുട്ടയുടെ കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ വാനില എസൻസ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്താൽ ആ മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കും. അപ്പോൾ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ, നല്ല റിബൺ സ്റ്റേജായി വരുന്നവരെ എഗ്ഗ് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പീഡിലാണ് ബീറ്റിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി പതുക്കെ സ്പീഡ് കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നല്ല റിബൺ സ്റ്റേജ് ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനിടയിൽ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല റിബൺ സ്റ്റേജ് ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ സ്പീഡ് പതുക്കെ കൂട്ടിക്കൊടുത്തേണ്ടിയിരിക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കഴിയുന്നത് വരെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം മുട്ട പതഞ്ഞ് വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ അതുവരെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മുട്ട നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ആകുമ്പോഴേക്ക് നമുക്ക് ബീറ്റ് ചെയ്യുന്ന നിർത്താം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയത്തേക്ക് ചെറിയ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത്രയേ വേണ്ടൂ. അത് കഴിഞ്ഞ് നമുക്ക് അതേപോലെ തന്നെ സ്ട്രോബെറി ക്രഷ് ചേർത്തിട്ടും ചെറിയ സ്പീഡിൽ കുറച്ച് സമയത്തേക്ക് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചേർത്തിട്ട് ഒരുപാടൊന്നും ബീറ്റ് ചെയ്യരുത്. ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ വേണ്ടൂ. ഇനി നമുക്കിതിലേക്ക് അരിച്ച് മാറ്റി വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3-4 ബാച്ചസ് ആയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് സ്പാച്ചില ഉപയോഗിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫ്ലോർ മിക്സ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പാച്ചില ഉപയോഗിച്ചിട്ടാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക.
ഇനി ഈ മിക്സ് നമുക്കൊന്ന് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബീറ്റർ കൊണ്ട് ചെയ്യുന്നത്. ഒരു 10-15 സെക്കൻഡ് മാത്രമേ ബീറ്റ് ചെയ്യണ്ടൂ, അതിൽ കൂടുതലായി ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് 10-15 സെക്കൻഡ് ബീറ്റ് ചെയ്യുന്നത്. എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 9 ഇഞ്ച് പാനാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഓയിൽ തേച്ച് അതിൻ്റെ മേലെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാറ്റർ മുഴുവനായിട്ടും കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ടിന്ന് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് വെച്ച സോസ് പാനാണ്. ഇനി ഇതിലേക്ക് ബാറ്റർ ഇറക്കി വെക്കുക. 10 മിനിറ്റ് പ്രീ ഹീറ്റ് മസ്റ്റാണ്. പ്രീ ഹീറ്റ് വെച്ച സോസ് പാനിലേക്ക് ബാറ്റർ ഇറക്കി വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യേണ്ടതാണ്. 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഞാൻ സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കട്ടെ. സ്ക്യൂർ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ബേക്കായിട്ടുണ്ട് കേക്ക്. ഇനി കേക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് തണുക്കാൻ വെക്കാം. അത് കഴിഞ്ഞ് കേക്ക് ടിന്നിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഒരു സ്പാറ്റില കൊണ്ട് കേക്ക് ടിന്നിൻ്റെ സൈഡിൽ നിന്നൊക്കെ കേക്ക് ഒന്ന് പിടിച്ച് കൊടുക്കാം. ഇനി ഇതൊരു വയർ റാക്കിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി പതുക്കെ ബട്ടർ പേപ്പർ അടർത്തിയെടുക്കാം. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റും സ്പഞ്ചും ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എൻ്റെ സ്ട്രോബെറി ക്രഷ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഐസിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഐസിങ് ചെയ്തിട്ട് വേറൊരു കേക്കുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അള്ളാ. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം ഇൻഷാ അള്ളാ. എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലോണം പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു.